ഇന്ന് അച്ചോന്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അച്ചോന്റെ സ്പെഷ്യലായിട്ട് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചെമ്മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവറും ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയമായിരിക്കുന്നത്. ഇനി നമുക്ക് വറുത്തെടുക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല റെഡിക്കാൻ വേണ്ടി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞതാ കേട്ടോ. സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കളറെല്ലാം മാറിയിരിക്കുന്നേ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചിന്റെ വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ട് കേട്ടോ. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം വാടി വന്നപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്തായിരുന്നേ. പിന്നെ അതിലേക്ക് മസാലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും മാത്രമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചില്ലായിരുന്നോ, ആ ചെമ്മീൻ ഇട്ട് കൊടുക്കണേ. ഞാൻ പറയാൻ മറന്നാണ്, ഇതിനകത്ത് ഞാൻ കുറച്ച് ബിരിയാണി മസാല കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ബിരിയാണിക്കുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുക്കറിനകത്താണ് ബിരിയാണി വെച്ചത്. പെട്ടെന്നുള്ളതായതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റില്ല കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും പിന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കാണ് നമ്മൾ അരിയിട്ടുണ്ടായത്. അരിനെക്കാട്ടി ഏകദേശം ഒരു ഇത്രത്തോളം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയില്ലായിരുന്നോ, ആ പാത്രത്തിലാട്ടോ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിന്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി മസാല ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട് കേട്ടോ അതിൽ. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാൻ പോകണേ. ഇത് ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇതുപോലെ ഒന്നും കൂടി ഇടാനുണ്ട്. അവസാനത്തെ ലെയറിൽ നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ദമ്മിടാൻ പോകാം കേട്ടോ. ദോശക്കല്ല് വെച്ചിട്ട് അതിലാണ് കേട്ടോ നമ്മൾ ദമ്മിടാൻ പോകുന്നത്. നമ്മളിതിന് മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ നന്നായി വെന്തുകൊണ്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്ക് ദമ്മ് വെച്ചാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ചെമ്മീൻ ബിരിയാണീൻ്റെ ദമ്മോടെ പൊട്ടിക്കാൻ പോകട്ടോ. അങ്ങനെ നല്ല ആവി പറക്കുന്ന ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ചെമ്മീൻ്റെയും നെയ്യിൻ്റെയും എല്ലാത്തിൻ്റെ കൂടി ആ ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലൊരു മണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അച്ഛൻ്റെ ബർത്ത്ഡേ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കൂടെ തന്നെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ബിരിയാണീൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ. പിന്നെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ.